അഭ്യർത്ഥനയുമായിട്ടാണ് മഞ്ചേരി മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോട് ഒരു അപേക്ഷയും അഭ്യർത്ഥനയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഞങ്ങളെ മലപ്പുറം ജില്ലക്കാരെ മുഴുവൻ ആലോചിക്കണം, ഓർക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. അതിന്റെ പ്രധാന കാരണം അറിയാലോ, നമ്മുടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് നമ്മുടെ ജില്ലയിലെ ആകമാനം ആളുകൾക്ക് ഉള്ള ഒരു ആശ്രയമാകേണ്ട മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി അത് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു സംവിധാനം നമുക്കറിയാം. നമ്മുടെ ജില്ലയോട് പൊതുവേ ഒരു അവഗണനയുണ്ട്. അത് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ, ആ അവഗണനയൊന്നും യാതൊരു മോചനവും ഇല്ല എന്നുള്ളതാണ്. ഏകദേശം ഒരു 1.5 പതിറ്റാണ്ട് കാലമായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ഇങ്ങനെ പ്രവർത്തനം ആരംഭിച്ചു. അതിന്റെ ഒരു ഗുണം നമുക്ക് പൂർണ്ണമായ രീതിയിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. ഇന്നും ഒരു റഫറൽ ആശുപത്രി മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട സ്ഥിതി എന്നൊക്കെ പറയുന്നത് ഇന്നും നമുക്ക് കോഴിക്കോട് പോകേണ്ട സ്ഥിതിയാണ്. അത് മാറണം. ആ കോഴിക്കോട്ടേക്ക് പോകുന്ന സ്ഥിതി മാറണം. അപ്പൊ അതിന് നമുക്കിവിടെ സ്ഥലമില്ല, നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് അതിന്റെ കൂടെ തന്നെ നഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജനറൽ ആശുപത്രി നഷ്ടപ്പെട്ടു. അതോടൊപ്പം തന്നെ മുമ്പുണ്ടായിരുന്ന നമുക്ക് ലഭ്യമാകേണ്ടിയിരുന്ന മാതൃശിശു ആരോഗ്യ കേന്ദ്രം, ഒരു പക്ഷേ അത് നിന്ന് ലഭ്യമായിരുന്നതിന് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കേണ്ട അത്തരം ചികിത്സകൾ ലഭ്യമാകിയിരിക്കേണ്ട ഒരു റെക്കോർഡ് ഉണ്ടാവേണ്ട ആശുപത്രിയാണ് നമുക്ക് നഷ്ടമായത്. അപ്പോൾ ഈ പറയുന്ന ഒരുപാട് മേഖല ഇനി വണ്ടൂർ നിലമ്പൂരും ഈ അതിലിങ്ങനെ മുഴുവൻ ചുറ്റിക്കറങ്ങി കൊണ്ടോട്ട് ഇങ്ങോട്ടൊക്കെ എത്തിക്കഴിഞ്ഞാലും ഇത്രയും ആളുകൾക്ക് ആശ്രയമാകേണ്ട ആശുപത്രിയായിരുന്നു. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നത്, അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഇതിന്റെ കൂടെ വന്ന ഒന്ന് കണക്ക് നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കൂ. എല്ലാവർക്കും അറിയാം, നമ്മൾ സ്ഥിരം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അത് ആദ്യം അതിനു വേണ്ടി തന്നെ തുടങ്ങിയാണ്. മറ്റുള്ളത് ഇപ്പൊ ഇനി രണ്ടാമത് വന്ന കോഴിക്കോട് ആയിക്കോട്ടെ, കോട്ടയം, തൃശ്ശൂർ, ഇങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജുകളും, അതിലിപ്പോ ഒരു എക്സെപ്ഷൻ എന്ന് പറയാനുള്ളത് പിന്നെ പരിയാരാണ്. അതുപോലെ കൊച്ചിയിലേതും അത് സഹകരണ ആശുപത്രികളെ ഏറ്റെടുക്കുകയായിരുന്നു. അതുപോലെ ആലപ്പുഴ അത് പ്രൈവറ്റ് ആയിട്ട് തുടങ്ങിയിട്ട് അത് ഗവൺമെന്റ് ഏറ്റെടുത്തതാണ്. പിന്നെ ESI ഏറ്റെടുത്താണ് കൊല്ലത്തുള്ളത്. മറ്റുള്ളതെല്ലാം തന്നെ ഒരു ജനറൽ ആശുപത്രി അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയുമായി ചേർന്നുകൊണ്ട് തുടങ്ങിയിട്ട് പിന്നെ മാറ്റി സ്ഥാപിക്കാനുണ്ടായിട്ടുള്ളത് എല്ലാം മാറ്റി സ്ഥാപിച്ചു. ഏറ്റവും ഒടുവിൽ വന്ന് എന്ന് പറയുന്ന നമ്മുടെ വയനാടിന് പോലും ഇപ്പൊ പുതിയ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഉത്തരവായി എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മഞ്ചേരിയിൽ ഇത് മാറ്റം വരണം, അതിൽ മാറ്റി സ്ഥാപിക്കല്ലാതെ വേറെ സൊല്യൂഷൻ ഇല്ല. ഇപ്പൊ ഇതിന്റെ കൂടെ മെഡിക്കൽ കോളേജിനൂടെ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചു. അതിനും കെട്ടിടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതുപോലെ നമുക്ക് സേവനം കിട്ടണമെങ്കിൽ ഇത്തരം സേവനങ്ങൾ മാറ്റി സ്ഥാപിച്ച് വിശാലമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണം. സ്ഥലമൊക്കെ ലഭ്യമാണ്. ഇവരെന്തുകൊണ്ട് അതിനെ എതിർക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതിന് ഇവർക്ക് ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയക്കാർക്ക് എന്താ പറയുക, ഇൻവെസ്റ്റ്മെന്റ് ഉള്ള മറ്റു സ്വകാര്യ ആശുപത്രികൾ, കോപ്പറേറ്റീവ് ഹോസ്പിറ്റലുകൾ ഉള്ളത് കൊണ്ടാണോ എന്നും അറിയില്ല. അതുകൊണ്ട് എന്റെ അഭ്യർത്ഥന, എന്റെ സുഹൃത്തായിട്ടുള്ള അഡ്വക്കേറ്റ് PPS സഗീറിന്, ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി, മറ്റു ദേശീയ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് PPS സഗീറിന് നിങ്ങൾ വോട്ട് ചെയ്യണം. അത് ആ വോട്ടിന്റെ എണ്ണം എത്രത്തോളം വലുതാകുന്നോ